പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് മെയ് മാസം 15 തീയതി വ്യാഴാഴ്ച. നല്ല തമ്പുരാനെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു പ്രഭാതം കൂടി നൽകിയിരിക്കുന്നതിനോർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദിവസം മുഴുവൻ അങ്ങയോട് കൂടെ ആയിരിക്കാൻ, അങ്ങയുടെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ, അങ്ങയുടെ സംരക്ഷണത്തിലായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഇന്നത്തെ ഞങ്ങളെല്ലാ പ്രവർത്തന മേഖലകളെയും അവിടുത്തെ സംരക്ഷണത്തിനായി പ്രത്യേകം കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ കാഴ്ചവെക്കുന്നു. മത്തായി സുവിശേഷം 15-ാം അധ്യായം 8-ാം വചനം ഇന്ന് ധ്യാനിക്കാം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. ആത്മാർത്ഥതയില്ലാത്ത ആരാധനകളെയും ആരാധകരെയും വിമർശിക്കുന്ന കർത്താവിനെയാണ് വചനത്തിലൂടെ ഇന്ന് കണ്ടുമുട്ടുക. പലതരം ഷോകൾ കാണിക്കുന്നതിലൂടെ മനുഷ്യരെ സ്വാധീനിക്കാൻ നമുക്ക് സാധിക്കും. എന്നാൽ ഹൃദയങ്ങളെ കാണുന്ന കർത്താവിനെ സ്വാധീനിക്കാൻ നമുക്കാകില്ല. ഷോകളൊന്നും അധിക നാൾ നീണ്ടു നിൽക്കുകയില്ല എന്നും നാം തിരിച്ചറിയണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അധരങ്ങൾ കൊണ്ടും ഹൃദയങ്ങൾ കൊണ്ടും അങ്ങയെ ബഹുമാനിക്കാനും ജീവിതം മുഴുവൻ അങ്ങേക്ക് പ്രീതികരമാകും വിധം ആക്കി തീർക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. എല്ലാവർക്കും നന്മ നിറഞ്ഞ നല്ലൊരു ദിവസം നേരുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.